ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിൽസ് ഓഫ് ക്ലെയർ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ ഇവിടെ ഇപ്പം നിൽക്കുന്നത് വീടിൻ്റെ മുറ്റത്താണ്. ഞാൻ നിങ്ങളെ ഇന്നൊരു സംഭവം കാണിക്കാൻ പോകുന്നു. വേദുവെള്ളം ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണിക്കാൻ പാടുന്നു. കുറേ പേർക്ക് ഉപകാരമാണെന്ന് വിചാരിക്കുന്നു. മെയിൻലി ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ കിടക്കുന്നവർക്ക് വേദുവെള്ളം എന്ന് പറയുന്നത് മരുന്ന് വെള്ളം. നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് പ്രസവരക്ഷയൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ്. ഇപ്പോൾ 1 മന്ത് കഴിഞ്ഞു ആക്ച്വലി ഡെലിവറി കഴിഞ്ഞിട്ട്, ബട്ട് പ്രസവരക്ഷ ഇപ്പോഴും നടക്കുന്നുണ്ട്. സോ അത് തീരുന്നതിന് മുന്നേ നിങ്ങളെ വേദുവെള്ളം ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ. ഞാനപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ചേച്ചി വരട്ടെ. ആശ ചേച്ചിയാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യാനുള്ളത്. അപ്പം നമ്മളാദ്യം നമ്മുടെ കലം ഫിൽ ചെയ്യുകയാണ്. ഇതാണ് ആശ ചേച്ചി. ചേച്ചി ഓക്കെ. നെക്സ്റ്റ് ടാസ്ക് നമുക്കിത് കത്തിച്ചെടുക്കണം. കാരണം ഇന്നലെ നമുക്കൊരു പണി കിട്ടി. എന്നൊന്നില്ലാത്തൊരു മഴ അല്ലേ? മഴ പെയ്തായിരുന്നു, അടുപ്പ് നനഞ്ഞു. അടുപ്പ് നനഞ്ഞു. കത്ത് പിടിക്കാനായിട്ടൊരു പാകം കുറവാണ്. പ്രതീക്ഷിക്കാതെ ഒരു ഇടിവെട്ടും മഴയും പെയ്തു. അല്ലെങ്കിൽ ഇവിടെ ചൂട് കാരണം നമുക്ക് ഇരിക്കാൻ പറ്റാറില്ല. കത്ത് പിടിക്കുമോ എന്ന് നോക്കാം. ഓക്കെ, നമ്മളപ്പോൾ ഇതേ വെള്ളം തീ പിടിച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഇടാൻ പോട്ടെ. 5 കൂട്ടാണ് ഇടണ്ടേ. മാവിൻ്റെ ഇല ആദ്യം ഇടും. ഇന്നതേ ഇത് കുരുമുളകിൻ്റെ തണ്ടും എല്ലാം കൂടി ആയിട്ട്. ഇപ്പം ഇത് പനിക്കൂർക്ക, തുളസി. ഇതാട്ടോ നമ്മുടെ നാൽപ്പാമര പട്ട. ഇതാണ് നമുക്കിത് ആയുർവേദ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. പട്ടയായിട്ടോ പൊടിയായിട്ടോ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. നമ്മളിപ്പോൾ പട്ടയായിട്ടോ ഉപയോഗിക്കുന്നത്. അപ്പം ഇത്രയും പട്ട നമ്മൾ ഇങ്ങോട്ട് ഇടാണ്. പിന്നെ നമ്മളിത് പ്ലാവിൻ്റെ പഴുത്ത ഇലയായിട്ട് ഇടണേ. പ്ലാവല. അങ്ങനെ നമുക്ക് ആക്ച്വലി ശരിക്കും പുളിയുടെ ഇലയും പിന്നെ അതായിരുന്നു ആര്യവേപ്പും അതും വേണമായിരുന്നു. പക്ഷെ കിട്ടിയില്ല. സോ അത് നമ്മളിപ്പോൾ യൂസ് ചെയ്യില്ല. ആര്യവേപ്പ് കഴിഞ്ഞ ദിവസം കിട്ടായിരുന്നു കേട്ടോ. പുളി ഇവിടെ എങ്ങും കിട്ടാണ്ട്, അതുകൊണ്ട് അത് ഇടാറില്ലായിരുന്നു. ഇനി അത് മൂടി വെച്ചാൽ തന്നെ അത് ഇതൊക്കെ ഇരുന്ന് തിളച്ച് വരണം. അപ്പോഴാണ് നമ്മുടെ ഇതിൻ്റെ ഒക്കെ കളറ് മാറും കേട്ടോ. വെള്ളത്തിൻ്റെ തിളച്ച് വരുമ്പോൾ ഒരു ഡാർക്ക് ഒരു മെറൂൺ കളറ് വെള്ളമായിട്ട് മാറും. ആക്ച്വലി നാൽപ്പാമര പൊടീനേക്കാളും നല്ലത് പട്ടയല്ലേ? പട്ടയല്ലേ? അല്ലെങ്കിൽ പൊടി ഇങ്ങനെ വെള്ളമാകുമ്പോ അധികം കളറും കിട്ടില്ല, ഭയങ്കര മൂക്കാത്തതായിരിക്കും. അതൊക്കെ ചിന്തേറുന്നല്ലോ. പട്ടയാണ് നല്ലത്. പിന്നെ ഈ വെള്ളമിട്ട് കുളിക്കണതിന്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഗർഭിണിയായിരിക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരത്തിലൊക്കെ നീരുണ്ടാവും. പിന്നെ പ്രസവിച്ച് കഴിയുമ്പോൾ വേദനകളും ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ നമ്മൾ കുഴമ്പിട്ട് നല്ലോണം തോർത്തും കൊണ്ട് മുക്കി നല്ലോണം ആവിയൊക്കെ പിടിക്കും. അത് കഴിഞ്ഞിട്ട് ഈ വെള്ളം നല്ലോണം മേത്ത് ഒഴിക്കുമ്പോൾ അത് 2-3 ദിവസം കുളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കാലിൻ്റെ നീരൊക്കെ പെട്ടെന്ന് മാറിപ്പോണത്. പിന്നെ ശരീരത്തിൽ നമുക്കൊരു ബലമൊക്കെ നല്ല ആരോഗ്യമൊക്കെ കിട്ടാൻ ഒക്കെ നല്ലതാണ്. പിന്നെ കുരുമുളകിൻ്റെ ഒക്കെ പറഞ്ഞാൽ ശരിക്കും വേദനകൾ ഉണ്ടെങ്കിൽ അവിടെ ഒരു ചൂടാക്കി വെച്ചാലും അത്ര നല്ലൊരു ഇതാണ് കുരുമുളകിൻ്റെ നല്ല ഇതാണ്. പിന്നെ പ്ലാവിൻ്റെ ഇല, പിന്നെ പനിക്കൂർക്കൊക്കെ നീർക്കെട്ടിൻ്റെ ഒക്കെ ഒന്നാമനാണ്. പിന്നെ ആര്യവേപ്പില്ല. അരിവേപ്പ് ഇട്ടാലും നല്ല നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ചൊറിച്ചിൽ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനൊക്കെ നല്ലതാണ്. ഇപ്പൊ നമ്മള് പ്ലാവിൻ്റെ ഇല ഇട്ടു, കുരുമുളകിൻ്റെ തണ്ടിട്ടു, മാവിൻ്റെ ഇതിട്ടു, തുളസി ഇട്ടു, പനിക്കൂർക്ക ഇട്ടു, പിന്നെ നാൽപ്പാമര പട്ട ഇട്ടു.
പിന്നെ ഇത് ആക്ച്വലി നമ്മള് തലേദിവസം അല്ലേ തിളപ്പിച്ച് തലേദിവസം തിളപ്പിച്ച് ഇടേണ്ടത്. ഇപ്പൊ നമ്മൾ ഇന്നലെ മഴ പെയ്താലും നമ്മുടെ അടുപ്പ് നനഞ്ഞു പോയി. അത് കാരണം ഇന്ന് കാലത്ത് തിളപ്പിക്കും. സാധാരണ ശരിക്കും തലേദിവസം തിളപ്പിച്ച് ഇടണം. പിറ്റേ ദിവസം നമുക്ക് കുളിക്കാനുള്ള ചൂട് മാത്രം ചൂടാക്കിയിട്ട് കുളിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ വാടാതെ വെട്ടി തിളപ്പിക്കണം. എന്നാലാണ് ഇതിന്റെ ഗുണം കിട്ടുന്നത്. നമ്മൾ ഇന്നലെ വൈകുന്നേരം തിളപ്പിക്കുമ്പോൾ ഷൂട്ട് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ അപ്രതീക്ഷിതമായി മഴയും കാറ്റൊക്കെ വന്നുകൊണ്ട് കൊളായി. നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. കളറ് മാറാത്തത് നമ്മൾ രാവിലെ തിളപ്പിച്ചുകൊണ്ടാട്ടോ. സാധാരണ നമ്മൾ തലേദിവസമാണ് തിളപ്പിക്കാറ്. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും ആ വെള്ളത്തിൽ ഇങ്ങനെ കിടക്കണോണ്ട് മെറൂൺ കളറിൽ ഡാർക്ക് റെഡ് കളറിൽ വരും. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നാളെ വരുമ്പോൾ ഇന്ന് തിളപ്പിക്കുക എന്തായാലും വൈകുന്നേരം. അപ്പോൾ നാളത്തെ വെള്ളത്തിൻ്റെ കളർ ഞാൻ വീഡിയോ എടുത്തിടാം. ഇതുപോലെ വെട്ടി തിളയ്ക്കണം എല്ലാ ഇലകളുമായിട്ട്. അത് നമ്മൾ മുന്നേ കണ്ട വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അന്ന് രാവിലെ തന്നെ തിളപ്പിച്ചതാട്ടോ. നമുക്ക് തലേദിവസം മഴ കിട്ടി, അതുകൊണ്ട് തിളപ്പിക്കാനുള്ള സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ അന്ന് കുളിക്കണതിൻ്റെ അന്ന് രാവിലെയാണ് തിളപ്പിച്ചത്. അതുകൊണ്ട് ഒരു കളർ കുറവുണ്ട്, കണ്ടാൽ മനസ്സിലാവും. പക്ഷെ ആക്ച്വലി നമ്മൾ തലേദിവസം തിളപ്പിച്ചിട്ട് വേണം പിറ്റേ ദിവസം ചൂടാക്കി എടുക്കാനായിട്ട്. അങ്ങനത്തെ വെള്ളത്തിന്റെ വീഡിയോ ആണ് ഞാനിപ്പോൾ ഇടുന്നത്. അതൊന്ന് കണ്ടു നോക്കിട്ടോ. നല്ല കളറിലാണ് വെള്ളം ഇരിക്കുക. ഇതാണ് കേട്ടോ നമ്മുടെ കളർ, വെള്ളത്തിന്റെ കളറ് നല്ല മെറൂൺ കളറിൽ ഇരിക്കണണ്ട. നമ്മൾ ഈ ആര്യവേപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് ഈ വെള്ളം കണ്ട് അടിയിലേക്ക് നല്ല കളറുണ്ട്, മനസ്സിലാകത്താണ്. അതുകൊണ്ടാണ് കപ്പിലെടുത്ത് കാണിച്ചേട്ടോ. നല്ല കളറിലിരിക്കും രാവിലെ ആകുമ്പോഴേക്കും. ഇത്ര ഉള്ളൂട്ട് നമ്മുടെ വീഡിയോ. നമ്മൾ വേദുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളും അതിനകത്ത് ഇടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. തലേദിവസം തിളപ്പിച്ച് വെക്കാൻ ഓർക്കുക. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ കുളിക്കുമ്പോഴാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോഴാണ് എൻ്റെ കളറ് കൃത്യമായിട്ട് മാറേണ്ട ഗുണങ്ങളൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ പേഴ്സണലൈസ്ഡ് അല്ല, ഓൾ എന്ന് പറയണ ഓപ്ഷൻ എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല പുതിയ വീഡിയോസ് ഇടുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യുക. ഇങ്ങനെ നിങ്ങൾക്ക് ഉപകാരം തോന്നുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡെലിവറി ആവാറായിട്ടിരിക്കുന്നവരും പ്രസവരക്ഷ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. അത്രേ ഉള്ളൂ. ബൈ.